നമസ്കാരം. ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ GST ആംനസ്റ്റി സ്കീം യാഥാർത്ഥ്യമാകുന്നു. GSTയിൽ സെക്ഷൻ 16(4) സംബന്ധിച്ച തർക്കങ്ങൾക്ക് വിരാമം. 3 മേഖലകൾ കൂടി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക്. പുതിയ 2 ലെഡ്ജറുകൾ കൂടി GST പോർട്ടലിലേക്ക്. ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ IMS നിലവിൽ വരുന്നു. B2C ഇൻവോയ്സുകൾ കൂടി ഇൻവോയ്സിങ്ങിലേക്ക്. ഏതാനും നികുതി നിരക്കുകൾക്ക് മാറ്റം വരുന്നു. അവ്യക്തതകൾ മാറ്റിക്കൊണ്ട് ഏതാനും ക്ലാരിഫിക്കേഷൻ സർക്കുലറുകൾ. റൂളുകളിൽ അമെൻമെൻറ്റുകൾ. സുപ്രധാന നിർദ്ദേശങ്ങളുമായി 54-ാം GST കൗൺസിൽ. ഇവ വിശകലനം ചെയ്യുന്നു ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ ഈ വീഡിയോയിലൂടെ. ഞാൻ അജിൽ കുമാർ, മുൻ സ്റ്റേറ്റ് GST അസിസ്റ്റൻറ്റ് കമ്മീഷണർ. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം 9-ാം തീയതി ന്യൂഡൽഹിയിൽ നടന്ന 54-ാം GST കൗൺസിൽ മീറ്റിങ്ങിൽ സുപ്രധാനമായ വളരെയധികം തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. GST ആംനസ്റ്റി സ്കീം. 54-ാം GST കൗൺസിൽ മീറ്റിങ്ങിൽ GST റൂളിൽ 164 കൂട്ടിച്ചേർത്തുകൊണ്ട് 2024 ഫിനാൻസ് ആക്റ്റിൽ പ്രഖ്യാപിച്ച GST ആംനസ്റ്റി സ്കീം യാഥാർത്ഥ്യമാക്കുന്നു. 2017-18, 18-19, 19-20 ഈ വർഷങ്ങളിലെ സെക്ഷൻ 73 പ്രകാരം ഡിറ്റർമിൻ ചെയ്യപ്പെട്ട GST ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ്, പെനാൽറ്റി തുടങ്ങിയവ പൂർണ്ണമായി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും നടപടിക്രമങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള റൂളായിരിക്കും റൂൾ 164. ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിനായി ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നതിനും GST കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. റൂൾ 164 ഈ ആംനസ്റ്റി സ്കീം 1/11/2024 പ്രാബല്യത്തിൽ വരണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. 2024 നവംബർ 1 മുതൽ ആംനസ്റ്റി നിലവിൽ വരുമെന്നത് ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്ത തന്നെയാണ്. രണ്ടാമത്തെ ആംനസ്റ്റി പ്രക്രിയയായി 2024 ഫിനാൻസ് ആക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന സെക്ഷൻ 16(5), 16(6) എന്നിവ 1/7/2017 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ കൊണ്ടുവരുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കണമെന്ന് GST കൗൺസിലിൻ്റെ മറ്റൊരു ശുപാർശയിൽ പറയുന്നു. സെക്ഷൻ 16(4) പ്രകാരം റോങ് അവെയിൽമെൻറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടത്തിയെന്ന കാരണത്താൽ ഡിറ്റർമിൻ ചെയ്യപ്പെട്ട ഡിമാൻഡുകളിൽ പുതിയതായി നിലവിൽ വന്നിട്ടുള്ള സെക്ഷൻ 16(5), 16(6) എന്നിവ പ്രകാരം ഇത്തരത്തിൽ ഡിറ്റർമിൻ ചെയ്യപ്പെട്ട തുകയുമായി ബന്ധപ്പെട്ട ITC അവൈലബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള ഓർഡറുകൾ റെക്ടിഫൈ ചെയ്ത് നൽകുന്നതിനുള്ള സ്പെഷ്യൽ പ്രൊസീജിയർ നോട്ടിഫൈ ചെയ്യണമെന്ന് ഈ കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. ഇതോടൊപ്പം ഇത് ക്ലാരിഫൈ ചെയ്യുന്നതിന് ഒരു സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും ശുപാർശയുണ്ട്. ഈ 2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകളും സർക്കുലറുകളും വരും ദിവസങ്ങളിൽ പുറപ്പെടുവിക്കുന്നതാണ്. മൂന്നാമതായി GST കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് 3 മേഖലകളെ കൂടി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ്. 1. റെൻറ്റിംഗ് ഓഫ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി. 2. സെയിൽ ഓഫ് മെറ്റൽ സ്ക്രാപ്പ്. 3. GTA ആൻസിലറി അഥവാ ഇൻ്റർമീഡിയറി സപ്ലൈ ആയി വരുന്ന
സർവീസുകൾ. ഇവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി റെൻറ്റിംഗ് ഓഫ് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി. ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി, അതായത് ഒരു കെട്ടിടം വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ താൻ സ്വീകരിക്കുന്ന സർവീസിന് നികുതി അടയ്ക്കണം. രണ്ടാമതായി മെറ്റൽ സ്ക്രാപ്പ്. വളരെയധികം ഇവേഷൻ പ്രോണായ മെറ്റൽ സ്ക്രാപ്പിൻ്റെ സെയിലിനെ കൂടി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് നടത്തുന്ന മെറ്റൽ സ്ക്രാപ്പിൻ്റെ വിൽപ്പനയിൽ സാധനം വാങ്ങുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ RCM വഴി നികുതി അടയ്ക്കണം. കൂടാതെ മെറ്റൽ സ്ക്രാപ്പിൻ്റെ ഓരോ B2B സപ്ലൈയിലും 2% TDS ഏർപ്പെടുത്തുവാനും കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി GTA ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആൻസിലറി ഇൻ്റർമീഡിയറ്റ് സപ്ലൈ ആയി വരുന്ന ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, പാക്കിംഗ് ആൻഡ് അൺപാക്കിംഗ് ചാർജസ്, ട്രാൻസ്ഷിപ്മെൻറ്റ് ചാർജസ്, ടെമ്പററി വെയർഹൗസിംഗ് ചാർജസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർന്ന് GTA പ്രിൻസിപ്പൽ സപ്ലൈ ആയി വരുന്ന ഒരു കോമ്പോസിറ്റ് സപ്ലൈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സപ്ലൈ RCMന് വിധേയമായിരിക്കും. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഇൻവോയ്സിലെ ടോട്ടൽ വാല്യൂവിൽ ഈ സർവീസുകൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ GTA കോമ്പോസിറ്റ് സപ്ലൈ ആയി കണക്കാക്കി RCMൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. GTA വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസിനെ നേരത്തെ തന്നെ കണ്ടീഷനുകൾക്ക് വിധേയമായി RCMൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാലാണ് അവയുടെ ആൻസിലറി സർവീസുകളെ GTA പ്രിൻസിപ്പൽ സപ്ലൈ ആയ കോമ്പോസിറ്റ് സപ്ലൈയിൽ ഉൾപ്പെടുത്തുമ്പോൾ അവയും RCMന് വിധേയമായി തീരുന്നത്. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഇൻവോയ്സുകളിലെ ടോട്ടൽ വാല്യൂവിൽ ഈ സർവീസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ GTA കോമ്പോസിറ്റ് സപ്ലൈ ആയി RCMൽ ഉൾപ്പെടുത്തുന്നതിനായി കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ 3 RCM ശുപാർശകളും ഉടൻ തന്നെ സെക്ഷൻ 9(3) 9(4) കീഴിൽ നോട്ടിഫൈ ചെയ്യുന്നതാണ്. അടുത്തതായി GST കൗൺസിലിൻ്റെ ശുപാർശയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പുതുതായി നിലവിൽ വരുന്ന 2 ലെഡ്ജറുകളാണ്. GST റിട്ടേണുകളുടെ ഘടനയിൽ ചില എൻഹാൻസ്മെൻറ്റുകൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി റിവേഴ്സ് ചാർജ് മെക്കാനിസം ലെഡ്ജർ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റീക്ലെയിം ലെഡ്ജർ എന്നീ പുതിയ ലെഡ്ജറുകളാണ് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ലെഡ്ജറുകളിലെ ഓപ്പണിംഗ് ബാലൻസ് ടാക്സ് പേയേഴ്സിന് ഡിക്ലെയർ ചെയ്യുന്നതിന് 31/10/2024 വരെ സമയം നൽകണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അടുത്ത ശുപാർശ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം IMS എന്ന ഒരു സംവിധാനം GST പോർട്ടലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ സിസ്റ്റം ടാക്സ് പേയേഴ്സിന് ഇൻവോയ്സുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനും റിജക്റ്റ് ചെയ്യുന്നതിനും ഇൻവോയ്സുകളുമായി ബന്ധപ്പെട്ട ITC അവെയിൽ ചെയ്യുന്നത് പെൻഡിങ്ങിൽ വയ്ക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്നു. ഇത് ഒരു നിർബന്ധിത പ്രക്രിയയാക്കാതെ ഓപ്ഷണൽ വ്യവസ്ഥയായിട്ടായിരിക്കും നടപ്പിലാക്കുക. ഇത് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകൾ ഒഴിവാക്കുന്നതിനും ITC റിക്കൺസിലേഷൻ എളുപ്പമാക്കുന്നതിനും അവസരമുണ്ടാകുന്നു. ഇത് കൊണ്ടുവരുന്നത് വഴി ITC റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 54-ാം GST കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട അടുത്ത നിർദ്ദേശം B2C ഇൻവോയ്സുകളുടെ മേൽ കൂടി ഈ ഇൻവോയ്സിംഗ് സംവിധാനം നടപ്പിലാക്കുക എന്നതാണ്. പൈലറ്റ് ബേസിസായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഈ
സംവിധാനത്തിൽ തുടക്കത്തിൽ ചില പ്രത്യേക സ്റ്റേറ്റുകളിൽ ചില പ്രത്യേക സെക്ടറുകളുടെ മേൽ മാത്രമാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. തുടക്കത്തിൽ സ്വമേധയാ ഈ വിഭാഗത്തിൽ നിന്നും മുന്നോട്ട് വരുന്നവർക്കായിരിക്കും പൈലറ്റ് റണ്ണിംഗ് നടത്തുന്നതിന് അവസരം നൽകുക. ഏതാനും നികുതി നിരക്കുകൾക്ക് മാറ്റം വരുന്നുവെന്നതാണ് കൗൺസിലിൻ്റെ അടുത്ത നിർദ്ദേശം. ചില പ്രത്യേക ക്യാൻസർ മരുന്നുകളെ 12% നിന്നും 5% കൊണ്ടുവരുന്നതിന് ശുപാർശയുണ്ട്. 9401 എന്ന HSN കോഡിന് കീഴിൽ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കാർ സീറ്റുകളുടെ ടാക്സ് റേറ്റ് 18% നിന്നും 28% ഉയർത്തുവാൻ ശുപാർശയുണ്ട്. ഹെലികോപ്റ്റർ വഴിയുള്ള പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസിന് സീറ്റ് ഷെയറിംഗ് സിസ്റ്റത്തിന് 18% നിന്നും 5% കുറവ് വരുത്തുന്നുണ്ട്. എന്നാൽ ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വരുന്ന കൺസിഡറേഷന് 18% തന്നെയായിരിക്കും നികുതി നിരക്ക്. വിദേശ എയർലൈൻസുകളുടെ ഇന്ത്യയിലെ ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് നടത്തുന്ന ഇമ്പോർട്ട് സർവീസിനെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് റിലേറ്റഡ് പേഴ്സണോ അതിൻ്റെ വിദേശത്തുള്ള പ്രസ്തുത കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റോ കൺസിഡറേഷൻ ഇല്ലാതെ നടത്തുന്ന ഇമ്പോർട്ടുകൾക്കായിരിക്കും ഈ എക്സംഷൻ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫ്ലൈയിങ് ട്രെയിനിങ് ഓർഗനൈസേഷനുകൾ നടത്തുന്ന ഫ്ലൈയിങ് ട്രെയിനിങ് കോഴ്സുകൾക്ക് GST എക്സംപ്റ്റഡ് ആയിരിക്കുമെന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതിന് 54 GST കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാർ സ്ഥാപനമോ റിസർച്ച് അസോസിയേഷനോ യൂണിവേഴ്സിറ്റിയോ കോളേജോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളോ IT ആക്ട് 1961 സെക്ഷൻ 35(1) ക്ലോസ് 2, ക്ലോസ് 3 എന്നിവയ്ക്ക് കീഴിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർ നൽകുന്ന റിസർച്ച് ഡെവലപ്മെൻറ്റ് സർവീസ് GSTയിൽ നികുതിരഹിതമാക്കുവാൻ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ സർവീസുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങിൻ്റെ വിലയോടൊപ്പം നൽകുന്ന പ്രിഫറൻഷ്യൽ ലൊക്കേഷൻ ചാർജസ് PLC കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പാണ് നൽകുന്നതെങ്കിൽ ആയത് മെയിൻ സർവീസായ കൺസ്ട്രക്ഷൻ സർവീസിനോടൊപ്പം നാച്ചുറലി ബണ്ടിൽ ചെയ്തിട്ടുള്ള കോമ്പോസിറ്റ് സപ്ലൈയുടെ ഭാഗമായി കണക്കാക്കുമെന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് കൗൺസിൽ ശുപാർശ ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ സർവീസും കൺസ്ട്രക്ഷൻ സർവീസിൻ്റെ അതേ ടാക്സ് നിരക്കിൽ നികുതി വിധേയമായിരിക്കും. CBSE പോലെയുള്ള വിദ്യാഭ്യാസ ബോർഡുകൾ നൽകുന്ന അഫിലിയേഷൻ സർവീസുകൾ GSTയിൽ ടാക്സിബിൾ ആണെന്ന് ക്ലാരിഫൈ ചെയ്യുവാൻ കൗൺസിൽ ശുപാർശ ചെയ്തു. എന്നിരുന്നാലും സംസ്ഥാന കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡുകളോ വിദ്യാഭ്യാസ കൗൺസിലുകളോ മറ്റ് സമാന ബോർഡുകളോ സർക്കാർ സ്കൂളുകൾക്ക് ഇനി മുതൽ നൽകുന്ന അഫിലിയേഷൻ സർവീസുകൾ എക്സംപ്റ്റഡ് ആയിരിക്കുമെന്ന്. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റി അതിൻ്റെ കീഴിൽ വരുന്ന കോളേജുകൾക്ക് നൽകുന്ന അഫിലിയേഷൻ ഇത്തരത്തിലുള്ള എക്സംഷൻ്റെ പരിധിയിൽ വരില്ലെന്നും ഒരു സർക്കുലർ വഴി ക്ലാരിഫൈ ചെയ്യുന്നതിനും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന സപ്ലയേഴ്സ് അതിനോടൊപ്പമുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഫോർ പ്രൊവൈഡിംഗ് കണക്ഷൻ, റെൻ്റൽ ചാർജസ് ഫോർ ഇലക്ട്രിസിറ്റി മീറ്റർ, ടെസ്റ്റിംഗ് ഫീസ് ഫോർ മീറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ലേബർ ചാർജസ് ഫോർ ഷിഫ്റ്റിംഗ് മീറ്റേഴ്സ് ഓർ സർവീസ് ലൈൻ, ചാർജസ് ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ബിൽസ് എന്നിവ മെയിൻ സപ്ലൈ ആയ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സർവീസസിൻ്റെ ആൻസലറി സർവീസും ഇൻ്റഗ്രൽ പാർട്ടും ആയതിനാൽ അവയെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന മെയിൻ സർവീസിനോട് ചേർത്ത് ബണ്ടിൽ ചെയ്തിട്ടുള്ള ആൻസിലറി സർവീസായി കണക്കാക്കുവാൻ സാധിക്കുന്നതിനാൽ ഇവയെ എക്സംപ്റ്റഡ് സർവീസിൽ ഉൾപ്പെടുന്ന കോമ്പോസിറ്റ് സപ്ലൈ ആക്കി മാറ്റി എക്സംപ്റ്റ് ചെയ്യാവുന്നതാണെന്ന്
ശുപാർശ ചെയ്തു. അതായത് മേൽപ്പറഞ്ഞ ആൻസിലറി സർവീസുകളെ ഇലക്ട്രിസിറ്റിയുടെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കോമ്പോസിറ്റ് സപ്ലൈയിലായിരിക്കുമ്പോൾ എക്സംപ്റ്റഡ് സർവീസായി കണക്കാക്കുന്നതാണ്. GST കൗൺസിലിൻ്റെ 54-ാം കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട അവസാനത്തെ ശുപാർശ ഇനി പറയുന്ന ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സർക്കുലർ വഴി ക്ലാരിഫിക്കേഷൻ നൽകി അവയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവ്യക്തതകളും ഒഴിവാക്കണമെന്നതാണ്. 1. ഇന്ത്യൻ അഡ്വർടൈസിംഗ് കമ്പനികൾ വിദേശത്തുള്ള സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അഡ്വർടൈസിംഗ് സർവീസിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ. 2. വാഹന നിർമ്മാതാക്കളുടെ ഡെമോ വെഹിക്കിളുകളുടെ മേൽ വെഹിക്കിൾ ഡീലേഴ്സിനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ലഭ്യതയെ സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ. 3. ഇന്ത്യക്കുള്ളിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് പ്രൊവൈഡേഴ്സിന് നൽകുന്ന ഡാറ്റ ഹോസ്റ്റിംഗ് സർവീസിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ. ഈ 3 ക്ലാരിഫിക്കേഷനുകളും സർക്കുലർ വഴി 11/9/2024 സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആയത് GSTയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്കേവർക്കും ഗുണകരമായെന്ന് കരുതുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാധാന്യമുള്ള മറ്റു വിഷയങ്ങളുമായി ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.